കുടുംബം, ഫാമിലി, ഒത്തിരിയും കുടുംബയോഗങ്ങളും ക്രിസ്മസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒന്നിച്ചു കൂടുകയൊക്കെ ചെയ്യുന്ന ഈ സമയത്ത് എല്ലാ വർഷവും ക്രിസ്മസ് ആകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടും. താങ്ക്സ് ഗിവിങ് ഡേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടും. അതൊക്കെ കുടുംബമായിട്ടാണ് അന്നേരം നമ്മൾ കൂടുന്നത്. കുടുംബത്തിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ചാണ് കുടുംബയോഗങ്ങൾ നടത്തുന്നിടത്ത് പലയിടത്തും ഞാൻ വചനം പറയാൻ പോയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ വചനം കടന്നു വരുന്നത്. കുടുംബം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പം രണ്ട് കാര്യങ്ങളാണ് ദൈവം ആദ്യമേ ഉണ്ടാക്കിയത്. ഒന്ന്, തൻ്റെ സഭയെന്ന് പറയുമ്പം കുടുംബത്തിൽ നിന്നാണ് സഭ വരുന്നത്. അപ്പോൾ ഒന്ന് സഭയെന്ന് പറഞ്ഞ്, രണ്ട് കുടുംബം. പക്ഷെ ആദ്യ കുടുംബമാണ് ഉണ്ടായത്. പിതാപുത്ര പരിശുദ്ധാത്മാവ് ഒന്നിച്ച് നിന്നതുപോലെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് കഴിയുന്നതാണ് കുടുംബമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് കാണണം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ചേർന്ന് അവർക്ക് മക്കളുണ്ടായി ഒരു കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ ഉദ്ദേശിച്ച കാര്യം. ദൈവം പറയുന്നുണ്ട്, ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ആദത്തിൻ്റെ ഭാര്യയിൽ നിന്നാണ് ഹവ്വായെ സൃഷ്ടിച്ചത്. ഇവർക്ക് മക്കളുണ്ടായിട്ട് ദൈവത്തോടുകൂടി എന്നേക്കും വസിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ പാപം ചെയ്തോടി ആ ബന്ധം മാറി. ആദത്തിന് ഹവ്വായെ മനസ്സിലാക്കാൻ വയ്യാതായി, ഹവ്വയ്ക്ക് ആദത്തിനെ മനസ്സിലാക്കാൻ വയ്യ. മക്കളും അപ്പനും അമ്മയും ഉള്ള ബന്ധങ്ങളും ഒലയാൻ തുടങ്ങി. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കാലയളവിൽ കുടുംബത്തെക്കുറിച്ച് പ്രധാനമായിട്ട് പറയേണ്ടിയപ്പം ഒരു കുടുംബ ജീവിതം വിവാഹത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. വിവാഹം എന്ന് പറയുന്നത് പവിത്രമായ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ആ വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ഉടമ്പടിയോടുകൂടെ കയറി മക്കളെ ഉണ്ടാക്കി അവരുമായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു 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 പിക്ചർ അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരണം. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം വേദപുസ്തകത്തിൽ കുടുംബത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ? അടുത്ത കുടുംബത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ദ ഹോൾ ബൈബിൾ ഈസ് ആക്ച്വലി അബൌട്ട് ദ ഫാമിലി ഓഫ് ഗോഡ് ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ കുടുംബത്തെക്കുറിച്ച് ദ ഹോൾ തിങ് അബൌട്ട് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാം സാറായുമായിട്ടുള്ള കുടുംബജീവിതം തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇസഹാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് അവർ രണ്ടുപേരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ദൈവം എത്രയോ പ്രാധാന്യം കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും കൂടെയാണ് കുടുംബം ആദ്യമേ തുടങ്ങുന്നത്. അതെന്താ ഞാൻ വീണ്ടും എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കാലയളവിൽ മനുഷ്യൻ ഒത്തിരിയും ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കലി വളർന്നു എന്ന് വിചാരിക്കുമ്പോൾ പുരുഷനും കൂടെ വിവാഹം കഴിക്കുന്നതും സ്ത്രീയും കൂടെ വിവാഹം കഴിക്കുന്നതും ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുന്ന ഈ കാലയളവിൽ അത് തെറ്റ് തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിവുള്ള പ്രാപ്തരായ കുടുംബാംഗങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ഇതൊക്കെ പറയാൻ തന്നെ പേടിയായിരിക്കുകയാണ്. അപ്പം നമ്മൾ ജീവിക്കുന്നത് ഈ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ കോർണർ സ്റ്റോൺ അതേന്ന് നമുക്ക് മാറാനൊക്കത്തില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, അതാണ് ആദ്യമേ എൻ്റെ മനസ്സിലായിട്ടുള്ളത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്തുകൊണ്ടാണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും. അപ്പം ചിലർക്ക് പറയാം ഇത് ആത്മീയ കുടുംബമാണ്, പക്ഷേ അങ്ങനെ തന്നെയല്ല. അതിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, ആത്മീയമായിട്ട് ദൈവം കുടുംബം സ്വർഗത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗവത്തുകളാണ് നമ്മൾ. പക്ഷേ ഭൂമിയിൽ ജീവിക്കുമ്പം ഭൂമിയിൽ ഒരു കുടുംബത്തിന് പേർ ഇട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വംശാവലി നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവം കുടുംബം സൃഷ്ടിച്ചു എന്നും അതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം. കുടുംബം ഇല്ലാത്തവർക്ക് കുടുംബത്തിൻ്റെ മഹത്വം അറിയാം, കുടുംബം ഉള്ളവർക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ പല മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ കുടുംബങ്ങളും നശിച്ചു പോകുന്നതും കാണാം. ആ ഭാഗങ്ങളൊന്നും കൂടെ വായിച്ചു നോക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ
പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം ദൈവം, പിതാവാം ദൈവമാണ് ഭൂമിയിൽ കുടുംബം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെ വീണ്ടും ഒരു ദൈവം പിതാവുമായിട്ടുള്ള കുടുംബത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമ്മൾ കാണണം. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവസ്നേഹമാണ്. അതുതന്നെ ആ കുടുംബത്തിലും ആവശ്യമുള്ളത്. എന്താ പറയുന്നത്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിന് നിങ്ങൾ അകത്തെ മനുഷ്യനെ പുഷ്ടി പിടിപ്പിക്കണം. അപ്പം അകത്തെ മനുഷ്യനെന്ന് പറഞ്ഞ് അകത്തൊരു അന്തരാത്മാവുണ്ട്. നമ്മൾ ഈ പുറമേ കാണുന്ന വെറും ഒരു ബോഡി അല്ലെങ്കിൽ ഒരു കവറിങ് മാത്രമാണ്. അകത്തൊരു അന്തരാത്മാവുണ്ട്. ആ അന്തരാത്മാവിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് നമ്മൾ ദൈവസ്നേഹത്തിൽ വളരണം. സ്നേഹത്തിൽ വേരൂന്നി വളർന്നെങ്കിൽ മാത്രമേ, കുടുംബമാണ് നമ്മളിവിടെ സ്നേഹം കാണിക്കേണ്ട ഒരു ഭാഗം. ഈ കാലയളവിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കാൻ കഴിവില്ലാത്തതിനാൽ ക്ഷമിക്കാൻ ഒക്കുന്നില്ല. ദൈവസ്നേഹം ഇല്ലാത്തതിനാൽ നമുക്ക് അന്യോന്യം മറ്റുള്ളവരുടെ ബലഹീനതകൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കുന്നു. നമ്മൾ ആരെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ കുടുംബത്തിൽ ആ ദിവ്യ സ്നേഹം കൊണ്ടുവന്നാൽ പല ഭാരങ്ങളും പല പ്രയാസങ്ങളും നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കഴിയുമ്പോൾ അത് പരിഹരിച്ചു തരാനുള്ളൂ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ ഇതെല്ലാം പഠിക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ്. ഇതൊന്നുമില്ലാതെ നമ്മൾ ഒരു ചട്ടക്കൂട്ടില്ലാതെ ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ ബലപ്പെടുത്തി ഏക മനസ്സോടുകൂടി ദൈവത്തെ ആരാധിക്കാനും പിതാവാം ദൈവത്തിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് അപ്പന്മാരെ കാണാനും അമ്മമാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും മക്കൾ ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ സമാധാനമുണ്ട്. ആ ഒരു വാക്യത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളോട് ദൈവം പറയുന്നത്, പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയണം. പരിജ്ഞാനത്തിൽ നമ്മുടെ ബുദ്ധിക്കതീതമായ ദൈവസ്നേഹത്തെ നമ്മൾ അറിയുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാൻ. അപ്പം പല കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അന്യോന്യം സ്നേഹിക്കുന്നത് എന്താണെന്നും ക്ഷമിക്കുന്നത് എന്താണെന്നും അന്യോന്യം ബലഹീനതകളിൽ നമ്മൾ താങ്ങി നിന്ന് അല്ലെങ്കിൽ കവർ ചെയ്ത് കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന് കുറച്ച് സൗകര്യമുള്ളവർ കാണും, കുറച്ച് സൗകര്യം കുറവുള്ളവർ കാണും. ചിലർ ആത്മാവിൽ ഉണർന്നുള്ളവരായിരിക്കും, ചിലർ ആത്മാവിൽ വളരാത്തവരായിരിക്കും. ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വലിയ സമൂഹമാക്കി മാറ്റാൻ, ഒരു രാഷ്ട്രത്തെ ബിൽഡ് ചെയ്യുന്നതിന് കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ഒരു കുടുംബയോഗത്തിൽ എൻ്റെ തന്നെ കുടുംബയോഗത്തിൽ ചെന്നപ്പം ഇവിടെയുള്ള മഹാകവി പുത്തൻകാവ് മാത്തൻ തരകൻ, വി ആർ ഫ്രം വലിയ വീട്ടിൽ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അവിടെ ഇങ്ങനെ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഈ കുടുംബത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭവനമെന്ന് പറഞ്ഞാൽ കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല, അത് മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും സന്താനങ്ങളും ഭൃത്യജനങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബഗൃഹമാണ്. കുടുംബത്തെ മാതൃകയാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം സൃഷ്ടിക്കുന്നത്. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പം നമ്മൾക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് ബലഹീനതകൾ ഒത്തിരി ഉള്ളവർ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്കൊരു അഭിമാനം ഉണ്ടായിരിക്കണം. ഇപ്പോഴുള്ള കാലത്തെക്കുറിച്ച് നമുക്കൊരു സന്തുഷ്ടി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ ഒരു വർത്തമാനകാലം തന്നെ സന്തുഷ്ടിയാണ്. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടാകണം. ഇതെല്ലാം ഈ ഒരു ചിറകിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വളരുന്ന ഒരു കുടുംബമാക്കി മാറിയാൽ കുടുംബം അവിടെ സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും. അപ്പം ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വിശുദ്ധ കൃപയുള്ള ഭവനങ്ങളിൽ സ്നേഹം ഒഴുകി വരുന്നുള്ളതിന് സംശയമില്ല. കുടുംബത്തിൽ നിന്നാണ് മാനവ സമുദായത്തിൻ്റെ ഉത്കൃഷ്ട ആശയങ്ങളും ചിന്താശക്തികളും ഒക്കെ രൂപം കൊള്ളുന്നത്. അപ്പം നമ്മൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതൃത്വമുണ്ട്, സാഹോദര്യമുണ്ട്, സ്നേഹമുണ്ട്, സേവനമുണ്ട്. ഈ മൂല്യങ്ങളെല്ലാം വളർത്തിയെടുക്കുന്നത് കുടുംബങ്ങളിലാണ്. അപ്പോൾ ഈ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കുടുംബമില്ല എങ്കിൽ എവിടെ പഠിപ്പിക്കും? നമ്മൾ ഗവൺമെൻറ് എല്ലാ കുഞ്ഞുങ്ങളെ അങ്ങ് ഏറ്റെടുക്കുക, മാതാപിതാക്കളിൽ നിന്ന് എടുക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും എന്തായിരിക്കും സ്ഥിതി? there will be no morality. ശക്തനായവൻ മറ്റുള്ളവരെ അടിച്ചമർത്തും,
ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ? അപ്പം കർത്താവ് എത്ര ഭംഗിയായിട്ട് ഓരോ കുടുംബത്തെയും ഏതെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും അവിടെയുള്ള കുഞ്ഞുങ്ങളെ ആ ചിറകിൻ്റെ അടിയിൽ വളർത്തി അവരെ കൃപയിൽ നിറച്ചിട്ട് ഭൂമിക്ക് അവരൊരു അനുഗ്രഹം, കുടുംബം ഒരു അനുഗ്രഹമാകുമ്പോൾ, കുടുംബം ഒരു സമൃദ്ധമായ ഭാഗമായി മാറുമ്പോൾ അവിടെയുള്ള രാഷ്ട്രത്തിന് പോലും വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ പ്രസക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് നമ്മൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് തന്നെ ജീവിക്കാൻ പഠിക്കണം. ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കൂടുന്നത് വളരെ നല്ലതാണ്. അത് അന്യോന്യം അറിയുവാനും അന്യോന്യം കരുതുവാനും അത് പ്രയോജനപ്പെടും. നമ്മൾ നല്ലൊരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീരുന്നതിൽ ദൈവനാമത്തിൽ സന്തോഷിക്കുന്ന ഒരു നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാണ്. പലരും പറയും, എന്തിനാ ഞങ്ങൾ കുടുംബത്തെക്കുറിച്ച് വിളിച്ച് പറയുന്നത്? കുടുംബത്തിന് അതിൻ്റെ മഹത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്തിരിക്കുന്ന കുടുംബത്തിന് മഹത്വം പറയുമ്പോൾ നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെല്ലാവരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ കരികിലേക്ക് ഓടി വരുന്നു ഞങ്ങൾ. മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഓടി വരുമ്പോൾ അപ്പച്ചൻ സ്വർഗത്തിൻ്റെ പ്രതീതിയാണ് ഭൂമിയിൽ ഉണ്ടാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചത്. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം മനസ്സിലാക്കണേ പോലും ഭൂമിയിൽ അപ്പനും അമ്മയും മക്കളും കൂടെയുള്ള സ്നേഹം ദൈവത്തിൻ്റെ ആ ചിറകിൻ്റെ അടിയിൽ വരണം. എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ ഈ കാലയളവിൽ കർത്താവെ തലമുറകളുടെ മേലെ മക്കളെ അപ്പനമ്മമാരുടെ കൂടെ നിർത്താതെ, കാരണം അനേക കുടുംബങ്ങൾ ഡിവോഴ്സിൽ കൂടെ പോയിട്ട് പാവം പിടിച്ച അടുത്ത തലമുറ കൊച്ചു മക്കളിൽ മേൽ എന്തുമാത്രം അത് ഉപദ്രവം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാതെ കുടുംബം നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ എല്ലാ കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിട്ട് കുടുംബത്തിൻ്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അത് അവിടുന്ന് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുടുംബം. കുടുംബങ്ങൾ വന്നെങ്കിൽ സഭ പണിയുവാനൊക്കത്തുള്ളൂ. തലമുറകളെ ഉണ്ടാക്കണമെങ്കിലും കുടുംബം വേണം. ഒരു കെട്ടുറപ്പുള്ള ഒരു ഭവനമില്ല എങ്കിൽ രാഷ്ട്രം പോലും നശിച്ചു പോകും. അതുകൊണ്ട് ദൈവമേ, ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ ആത്മീകമായ വളർച്ചയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ ആവശ്യകത വളരെ പ്രധാനമാണ്. അത് അവിടുന്ന് കടന്നു വന്നിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ തന്നെ വേലി കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിനും ഓരോ ദൂതന്മാരെ നിർത്തിത്തരണം, ഉരുപ്പിടിച്ച വാളുമായിട്ട്. ദുഷ്ടൻ കയറാത്ത വിധത്തിൽ അപ്പച്ചൻ അവരെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കണമേ. ആരെങ്കിലും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ കർത്താവേ, ഇടയനായ ദൈവം തമ്പുരാനെ അവിടുന്ന് ചെന്ന് അവരെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് നിൻ്റെ ആത്മാവിൽ അവരെ വളർത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് നീ ഉണ്ടാക്കി സൃഷ്ടിച്ച ഉദ്ദേശത്തിനനുസരിച്ച് ജീവവൃക്ഷങ്ങളായിട്ട് വളർന്ന് അനേകർക്ക് വെളിച്ചവും തണലും ജീവനും കൊടുക്കുന്നവരായി മാറാനിടയാക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥൻ ആ വിഷയം ഏറ്റെടുത്തതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.